നീ ആരാടി, നീ മോറൽ പോലീസാണോടി എന്ന് ചോദിച്ചിട്ട് അക്ബർ എന്തൊരു വർത്താനം ഇവനൊക്കെ, ഇവൻ്റെയൊക്കെ വീട്ടിലുള്ളവരെ ഇവനിങ്ങനാണോ കാണുന്നത്? എന്തൊരു വർത്താനോ. 70 വയസ്സുള്ളവരുടെ സ്വഭാവം അല്ലടി നീ കാണിക്കുന്നത്. നീ അങ്ങനല്ലയോടി, നീ ഇങ്ങനല്ലയോടി, നീ സപ്പോർട്ട് എന്താടി നീ പറയുന്നത്? ഞാൻ കഴുകനാന്നെ, നീ ശവമാടി, നീ വെറു ശവമാടി. എൻ്റെ ഈശ്വര, ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പുരുഷനെ ആരും കണ്ടു കാണത്തില്ല. അത്ര അവൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ സത്യം ഇവൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വായ സത്യം. അവൻ്റെ വാ തുറക്കുമ്പോഴാണ് അത് സെപ്റ്റിക് ടാങ്ക്. ഇപ്പം അവൻ പറയുന്നുണ്ട്, അവൻ്റെ വായിൽ നിന്ന് ഇറങ്ങുന്ന അതാണ്. ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തൊരു എനർജിയിലാണ് അവൻ സംസാരിക്കുന്നത്. അവൻ പറയുന്നത് അനുമോള് കാണ്ടാമൃഗം എന്ന് വിളിച്ചത്. കാണ്ടാമൃഗമൊക്കെ വെറും പുല്ല് പോലെ ഇരിക്കുകയല്ലേ കാണ്ടാമൃഗം. ഇത് അതുക്കും മേലെ. കാണ്ടാമൃഗമൊന്നും അക്ബറിനെയായിട്ട് കമ്പാരിസണേ ചെയ്യാൻ പാടില്ല. കാരണം കാണ്ടാമൃഗത്തിനൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു തൊലിക്കെട്ടി കുറവായിരിക്കും. പക്ഷേ ഇത് അതുക്കും മേലെയാണ്. എന്തായാലും ഭയങ്കര ബഹളമാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കെതിരെ. നീ മൈക്ക് മാറ്റിയിട്ട് ആരുടെ അടുത്തൊക്കെ പറയാറില്ലയോ എന്ന് ചോദിച്ചിട്ട് അനുമോളോട് സംസാരിക്കുകയാണ് ഇവൻ ഇരിക്കുന്നെങ്കിലും അവനെ സംസാരിക്കുകയാണ്. അവൻ ആദ്യമേ ഇരുന്നിട്ട് കുത്തി ഇരുന്നത് നെവിനെ ചൊറിഞ്ഞിരുന്നേ അപ്പം അനുമോളെ ചൊറിയാൻ വേണ്ടി. പക്ഷേ എന്തായാലും നെവിനെ അങ്ങ് ഔട്ടായി പുറത്ത് അവൻ ഇങ്ങനെ ദാണ്ട പരവതാനി കിടക്കുന്ന പോലെ പുല്ലിനകത്ത് കിടക്കുന്നുണ്ട് ഔട്ടായിട്ട്. അടുത്ത ഇവൻ അനുമോളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PR കാര്യം പറഞ്ഞപ്പോഴാണ് അനുമോള് പറഞ്ഞത് PR ഇല്ല, എൻ്റെ പേര് മാത്രം PR ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ലാലടൻ ചോദിച്ചപ്പം PR ഉണ്ടെന്ന് പറഞ്ഞ്. ആരാടി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇവനങ്ങ് തുടങ്ങിയങ്ങ്. അപ്പോഴേക്കും നീ പറയടി, നീ ആരടുത്താടി പറയുന്നത്? നീ പറയടി, നിൻ്റെ അണ്ണാക്കി പിരിവെട്ടിയോടി, നീ പറയടി. എടി പൊടി, നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാമെന്ന് അനുമോള് പറയുന്നുണ്ട്. നീ എടാ പോടാ എന്തെല്ലാം നീ വിളിച്ചിട്ടുണ്ടടി. നീ എന്ത് വൃത്തികെട്ടവെന്ന് വിളിച്ചിട്ടില്ലോടി, കാണ്ടാമൃഗം എന്ന് വിളിച്ചിട്ടില്ലോടി. വീട്ടിൽ പോയി പറയത്തില്ല. നീ ഇപ്പം ഞാൻ ഈ കാറിനോട് നീ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കടി. ആരാ സപ്പോർട്ട് ചെയ്യുന്ന നീ മറുപടി പറയടി. ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ടാസ്ക് ചെയ്യുന്ന നീ കഴുകനാണെന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ എങ്ങനെ പറയാതിരിക്കും ഇവൻ്റെ അടുത്ത്. അവൻ പറയാണ് ബോഡി ഷേമിങ് ചെയ്യുക, കാണ്ടാമൃഗം എന്ന് വിളിക്കുക, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിക്കുക. പിന്നെ ഈ വർത്തമാനമൊക്കെ അവൾക്ക് അറിയത്തുള്ളൂ. പിന്നെ സദാചാര പോലീസ് കളിക്കുക, ഇതൊക്കെ ഇവൾക്ക് അറിയത്തുള്ളൂ.